ഗർഭകാലത്തെ പ്രധാനപ്പെട്ട സ്കാനിംഗ് ഏതാണെന്ന് ചോദിച്ചാൽ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് 5-ാം മാസത്തിലെ അനോമലി സ്കാൻ. കുഞ്ഞിന്റെ ഓരോ അവയവവും കൃത്യമായി വളരുന്നുണ്ടോ എന്ന് നോക്കുന്ന ഈ ടെസ്റ്റിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. സാധാരണയായി 18 മുതൽ 23 ആഴ്ചകൾക്കിടയിലാണ് ഈ സ്കാനിംഗ് നടത്തുന്നത്. ഇതിലൂടെ ഡോക്ടർമാർ പ്രധാനമായും പരിശോധിക്കുന്നത് കുഞ്ഞിന്റെ തലച്ചോറ്, ഹൃദയം, വൃക്കകൾ, നട്ടല് എന്നിവയുടെ വളർച്ച, അതുപോലെ മുച്ചിറി അഥവാ ക്ലെഫ്റ്റ് ലിപ്പ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും പരിശോധിക്കുന്നു. മറുപിള്ളയുടെ അതായത് പ്ലാസന്റയുടെ സ്ഥാനവും ഗർഭപാത്രത്തിലെ വെള്ളത്തിന്റെ അളവും നമുക്കിതിലൂടെ മനസ്സിലാക്കാം. എന്നാൽ ഈ സ്കാനിങ്ങിന് ചില പരിമിതികളുണ്ട് എന്നും നാം അറിഞ്ഞിരിക്കണം. ചുണ്ടിലെ മുറിവ് കണ്ടെത്താൻ കഴിയുമെങ്കിലും അണ്ണാക്കിലെ മുറിവ് അതായത് ക്ലെഫ്റ്റ് പാലറ്റ് കണ്ടെത്തുന്നത് പ്രയാസകരമാണ്. അതുപോലെ തന്നെ കുഞ്ഞിന്റെ വിരലുകളുടെ എണ്ണം കൃത്യമായി തിട്ടപ്പെടുത്തുന്നതിനും പരിമിതികളുണ്ട്. അമ്മയുടെ അമിതവണ്ണം, കുഞ്ഞ് കിടക്കുന്ന രീതി എന്നിവ കാരണം സ്കാനിങ് സമയത്ത് എല്ലാ കാര്യങ്ങളും 100% കൃത്യമായി കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ഹൃദയത്തിലെ ചെറിയ ദ്വാരങ്ങൾ, നട്ടലിലെ ചില പ്രത്യേക പ്രശ്നങ്ങൾ എന്നിവയും സ്കാനിങ്ങിൽ പെടാതെ പോകാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ കുഞ്ഞിന്റെ ഭൂരിഭാഗം ശാരീരിക അവസ്ഥകളും മനസ്സിലാക്കാൻ ഈ സ്കാൻ സഹായിക്കുമെങ്കിലും കുഞ്ഞ് എല്ലാ രീതിയിലും 100% നോർമൽ ആണെന്ന് ഉറപ്പ് നൽകാൻ അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് കഴിയില്ല. എന്നിരുന്നാലും 5-ാം മാസത്തിലെ ഈ പരിശോധന ഒരു കാരണവശാലും ഒഴിവാക്കരുത്. ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ ഇത് ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്തു കൊടുത്തോളൂ.